ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടുന്ന വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ലൈക്കും ചെയ്ത് ഹൈപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ കാണാനായിട്ട്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ ശ്രുതിയും മൂട്ടനടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നതിലും ഉണ്ട് ഒരു ഭാര്യയെ അമ്മായിയമ്മ അടിക്കുമ്പോഴത്തേക്കും അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല. അപ്പം അത് നമ്മുടെ ശ്രുതി ചെയ്തുമില്ല. അപ്പൊ ശ്രുതിക്ക് വേണമെങ്കിൽ അവിടെ പ്രതികരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദേഷ്യം, അതിലേറെ ദേഷ്യവും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് മാറിപ്പോവാണ് കേട്ടോ. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ശ്രുതിയോട് വിളിച്ചു പറഞ്ഞിട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അതിൽ രണ്ടുപേരും കൂടെ ഒപ്പിച്ചു വെച്ചതാണ്. രണ്ടുപേർക്കും തുല്യ അവകാശമാണ് അതിനുള്ളത്. പക്ഷെ അതൊന്നും ആരും കൂട്ടാക്കുന്നില്ല. രണ്ടുപേരും മൂട്ടനടി. ശ്രുതിയുടേതായ പരാതി, ശ്രുതിയുടേതായ പരാതി. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ പറയാണ് നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന്. അപ്പം ചന്ദ്ര പറഞ്ഞു അതിനിപ്പോ എന്താ, ഞാൻ എന്താ ശരിയല്ലാത്ത ഇത് കാണിച്ചത്? എടി 1000 പ്രശ്നങ്ങൾ ഉണ്ടാകും, നീ തല്ലിയത് ശരിയായിട്ടില്ല, അതൊക്കെ പറഞ്ഞു തീർക്കുകയല്ലേ ചെയ്യേണ്ടത്. അവൾ ഈ വീട്ടിൽ കയറി വന്ന മരുമകളല്ലേ, നീ ചെയ്തത് തെറ്റ് തന്നെയാ. ഓഹോ, അപ്പൊ അവള് ചെയ്തത് ശരിയാണോ? അവള് കള്ളത്തരമല്ലേ കാണിച്ചത്, അതറിഞ്ഞിട്ടും ഞാൻ അറിയാത്ത പോലെ നിൽക്കണോ? ഓ, അതിനൊന്നും എനിക്ക് പറ്റത്തില്ല. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ? അവളെ ഞാൻ തലയിലാ കൊണ്ട് നടന്നത്, തലയില്. എന്നിട്ട് അവള് കാണിച്ചത് എന്തുവാ? അവൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ അവള് ചെയ്തത്? ചന്ദ്രെ, നിന്നോട് ഞാൻ കൂടെ കൂടെ പറഞ്ഞിട്ടുള്ളത് ആ 3 മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന്. പക്ഷെ നീ ചെയ്യുന്നത് എന്താ ഒരുത്തി അങ്ങ് തലയിൽ കൊണ്ടു നടക്കും, എന്നിട്ട് വേറൊരുത്തിയെ നിലത്തിട്ട് ചവിട്ടും. ഇത് രണ്ടും തെറ്റ് തന്നെയാണ്. അത് പിന്നെ ശ്രുതി ചെയ്ത തെറ്റ് കണ്ടില്ല എന്ന് നടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല രവിയേട്ട. അവള് ചെയ്ത തെറ്റല്ല, വലിയൊരു പാപം, മഹാപാപം. അറിയാലോ, ആ 50 ലക്ഷം രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ നേർച്ച നേർന്നു. ഓ, പിന്നെ നിന്റെ മോനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് നോക്കി അവനും ശിക്ഷ കൊടുക്കണ്ടേ? നീ അവക്ക് മാത്രം എന്തിനാ ശിക്ഷ കൊടുക്കുന്നത്? അത് പിന്നെ ഞാൻ അവനെ തല്ലണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ പൊന്നു ചന്ദ്രൻ, രണ്ടുപേരും ഒരുമിച്ച് തെറ്റ് ചെയ്താൽ അതിൽ ഒരാളെ മാത്രമല്ല ശിക്ഷിക്കേണ്ടത്. നീ അവൻ എന്ത് ചെയ്താലും കണ്ണടയ്ക്കും, അതാണ് നിന്റെ പ്രശ്നം. അത് പിന്നെ അവൻ നല്ലവനാ, അവനൊന്നും അറിയത്തില്ല, അവൻ ഒരു കള്ളത്തരവും അറിയത്തില്ല. അയ്യോ, ഇള്ള കുഞ്ഞ്, ഒരു കള്ളത്തരവും അറിയാത്തവൻ. നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാന്? അത് പിന്നെ അവന്റെ മനസ്സിന് ഒന്നും ഇല്ലെന്നേ, അവന്റെ ശുദ്ധ മനസ്സാ, ശുദ്ധ മനസ്സ്. ശുദ്ധ മനസ്സ്. ശുദ്ധ മനസ്സായതുകൊണ്ടാണോ താലി കെട്ടേന്റെ പെണ്ണിനെ കല്യാണ മണ്ഡപത്തില് വിട്ടിട്ട് അതിന്റെ 50 ലക്ഷം എടുത്തോണ്ട് പോയത്? അപ്പോഴും അവന്റെ മേലിൽ തെറ്റൊന്നുമില്ല. ആ നീലിമ അവന്റെ മനസ്സ് മാറ്റി ചെയ്യിച്ചതല്ലേ? ഇപ്പോഴും ശ്രുതിയുടെ വാക്ക് കേട്ടിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അവക്ക് കൂട്ടു നിന്നതാ. അതെ അതെ, അതെനിക്ക് ഉറപ്പാ. പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടാൽ ആണുങ്ങൾ വഴിതെറ്റി പോകുന്നത്, അല്ലാതെ അവൻ ഒന്നും ചെയ്യത്തില്ല. അപ്പം അവന് സ്ഥിരബുദ്ധി ഇല്ല എന്നർത്ഥം. അവന് ഒരു മരമണ്ടനാണെന്നല്ലേ നീ പറയുന്നത്? ഓ, നീ പറയുന്നത് ആദ്യം നീലിമ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന്. ഇതിന്റെയൊക്കെ മൂല കാരണം ആരാണെന്ന് അറിയോ? ആരാണെന്ന് നിനക്ക് അറിയായിരിക്കുമല്ലോ. ഞാനായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും നീയാ നിന്റെ മകനെ വഴി തെറ്റിച്ച് നടത്തുന്നതും ലാളിച്ചു വളർത്തിയതും. അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നീ കൂട്ടുനിന്നു. എന്നിട്ട് നീ എന്തെങ്കിലും തിരുത്തി കൊടുത്തിട്ടുണ്ടോ? ഒന്നും തിരുത്തി കൊടുത്തിട്ടില്ല. കോടീശ്വരിയാണെന്ന് പറഞ്ഞ് നീ ശ്രുതിയെ നിലത്തും വെച്ചിട്ടില്ല. എന്നാലേ സച്ചിയെ നീ മകനായിട്ടോ രേവതി നീ മകളായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. നല്ലതേത് ചീത്തയേത് എന്നൊന്നും തിരിച്ചറിയാനുള്ള ശേഷി നിനക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പണ്ടേ നീ എല്ലാവരെയും നിലയ്ക്ക് നിർത്തിയേനെ. എടി, 2 പെണ്ണുങ്ങള് നല്ല പെണ്ണുങ്ങള്, പിന്നെ ഇവിടെ ഒരു പെണ്ണുള്ളത് ചീത്ത പെണ്ണ്. നീ കൊണ്ടുവന്ന മരുമകള് സൂപ്പറാണ് എന്നൊക്കെയല്ലേ നീ പറയുന്നത്? ഓ, അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ കൊണ്ടുവരുന്ന മരുമകള് നല്ലതല്ല, നിങ്ങൾ കൊണ്ടുവന്ന മരുമകള് സൂപ്പറാണെന്നല്ലേ? ഓ, പറഞ്ഞതൊക്കെ ഇനി വളച്ചൊടിക്കുന്നീ. നിന്നോട് സംസാരിക്കുന്ന എന്നെ വേണം തല്ലാനായിട്ട്. നിന്നോട് വന്ന് വീണ്ടും മിണ്ടിയതാ എന്റെ തെറ്റ്. നിന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് പറഞ്ഞു ശ്രുതി എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അച്ഛാ, എങ്ങോട്ട് പോയി? അപ്പം നിന്നോട് പറയാതെയാണ് അവൾ പോയത്. അത് പിന്നെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല, അവളെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ കുറെ കുറ്റപ്പെടുത്തി. നല്ല ദേഷ്യത്തിലോ സങ്കടത്തിലോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ത പറഞ്ഞു, ഓ, ഇപ്പോഴും നിന്റെ മേത്താ കുറ്റം, ഇപ്പോഴും അവള് നല്ലവള്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്താ ഇവൻ ചെയ്തത് തെറ്റല്ലേ? എടാ, നീയേ അവക്കിട്ട് തല്ല് കൊടുത്തപ്പോഴത്തേക്കും വാ പൊളിച്ച് നിൽക്കുകയല്ലായിരുന്നോ ചെയ്തത്? അവളെ സമാധാനപ്പെടുത്തണ്ടായിരുന്നോ? അല്ലെങ്കിൽ വന്ന് തടയണ്ടായിരുന്നോ? അത് പിന്നെ സച്ചി ശ്രീകാന്തും ഒക്കെ എന്നെ കളിയാക്കി സംസാരിച്ചു, അത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ അവളോട് പോയി ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. പോട്ടെ, സാരമില്ല, നീ പെട്ടെന്ന് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്, പുറകെ ചെല്ല്. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, നിക്കടാ അവിടെ, നിന്നോട് ആരാടാ പറഞ്ഞു പോകാന്? അത് പിന്നെ അവൾ എങ്ങനെയാ പോയത്? അവള് ഒരു ഓട്ടോയിൽ കയറിയാ പോയത്. അവളുടെ കയ്യിൽ ബാഗോ മറ്റോ ഉണ്ടായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. ഒന്നും എടുത്തിട്ടില്ലായിരുന്നമ്മേ. അപ്പൊ അവള് തിരിച്ചു വന്നോളൂ. നീ ആരെയും കൂട്ടാൻ വേണ്ടി ഇവിടുന്ന് പോകണ്ട.
അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇതേ അവൾ ഇവിടുന്ന് വിഷമിച്ചല്ലേ ഇറങ്ങിപ്പോയിരിക്കുന്നത്, അങ്ങനെ അവൾ വിടുന്നത് ശരിയാണോ? ഓ, വീട് വിട്ടാ ഇറങ്ങിപ്പോയതെങ്കിൽ അവള് പെട്ടിയും തൂക്കി പോയേനെ. ദേ, നീ എങ്ങോട്ടും പോകണ്ട, ആരെയും കൂട്ടി ഇങ്ങോട്ട് വരുവേം വേണ്ട, പോയി കഴിഞ്ഞാല്, കേട്ടല്ലോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ദേ ഇത് നല്ലതിനൊന്നും അല്ല കേട്ടോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ നിന്റെ അമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ അനുഭവിക്കും മോനെ, നീ തന്നെ അനുഭവിച്ചിരിക്കും. അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതം പോകും. നീ എന്താണെന്ന് വെച്ചാ ചെയ്യുക, എന്തെപ്പ ചെയ്യണം, എന്ത് പറയണം എന്നൊന്നും ചന്ദ്രയ്ക്ക് അറിയത്തില്ല. ദേ, നീയേ ഇവനോട് പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറ, അത് ചെയ്യ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ത് വേണമെന്ന് എനിക്കറിയാം, നിങ്ങൾ കൂടുതൽ ഇതിൽ ഇടപെടണ്ട. ദേ ശ്രുതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ എവിടെയാണെങ്കിലും നീ അവളെ കാണാൻ പോകരുത്, മിണ്ടി പോകരുത്, അവളോട് ഫോൺ പോലും ചെയ്യരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ നിനക്ക് ഒരു വിലയില്ലാതായി പോ. അവള് നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്, കഴിവില്ലാത്തവൻ, കഴിവ് കെട്ടവൻ, അതൊക്കെ തിരുത്തി കാണിക്കണമെങ്കിലേ നീ ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് എന്നാ പിന്നെ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കയറിപ്പോയി, അമ്മ പറയുന്ന എല്ലാം അനുസരിച്ച്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അതെ ചന്ദ്രേ, നീ ഈ കാണിക്കുന്നത് ശരിയല്ല, നീ അത് ഓർത്തോ എന്ന്. ഓ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് മാറിപ്പോയി കേട്ടോ. ഏതായാലും ആകെപ്പാടെ വശവശക്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കേട്ടോ കാണിക്കുന്നത്. ശ്രുതിയുടെ അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടി 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 കരയാണ്, സഹിക്കാമല്ലാതെ. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മ, മോളെ കല്യാണി, നീ ഇങ്ങനെ കരയാതെ, നീ ഒന്ന് എണീക്ക്, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നീ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ, ബാ അമ്മ എടുത്തോണ്ട് വരാം, അമ്മ മോക്ക് വാരിത്തരാം. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട. നീ കരഞ്ഞോണ്ട് വന്നപ്പോഴേ ദേ നിന്നെക്കുറിച്ചുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കാണുന്ന ഞാൻ പേടിച്ചു പോയത്. അത് ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടത്. അമ്മേ, സത്യങ്ങളൊന്നും അറിഞ്ഞില്ല. ദേ ഈ ചെറിയ കാര്യം അറിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ, അപ്പൊ സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് പേടിയാവുക. ദേ കിട്ടിയ ജോലിയൊക്കെ എന്തൊക്കെയോ കാരണം പറഞ്ഞ് അതൊക്കെ വിട്ട് കളഞ്ഞു. ജോലിക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങി. അറിയാലോ, സുധിയെ ഒന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ 50 ലക്ഷം രൂപ എടുത്ത് മറിച്ചതൊക്കെ. അവസാനം ഞാൻ മാത്രം കുറ്റക്കാരി ആയില്ലേ അമ്മേ. കല്യാണി, നീ നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നീ ആ പൈസ കളഞ്ഞൊന്നുമില്ലല്ലോ. പക്ഷെ ക്യാഷ് കിട്ടിയ കാര്യം നീ വീട്ടിൽ പറയണമായിരുന്നു മോളെ, അതായിരുന്നു നീ ചെയ്യേണ്ടത്. പറയാത്തതൊരു തെറ്റ് തന്നെയാണല്ലോ. അത് വലിയൊരു തെറ്റല്ലേ? ഓഹോ, അവരെ പോലെ നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുവാണോ ഞാൻ തെറ്റ് ചെയ്തെന്ന്? എന്ത് നടന്നാലും നീ അവിടെ തന്നെ നിന്ന് സമാധാനത്തോടു കൂടി കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണമായിരുന്നു. സുധിയോട് ദേഷ്യപ്പെട്ട് നീ ഇറങ്ങി വന്നത് ശരിയായില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആഹാ, അപ്പൊ ഞാൻ ഇവിടേക്ക് വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലല്ലേ? ഞാൻ ഇവിടെ തന്നെ നിന്ന് നിങ്ങൾക്കൊക്കെ ഒരു ശല്യമാവുമെന്ന് തോന്നിയോ? അതുകൊണ്ടാണോ? അയ്യോ, അതുകൊണ്ടല്ല മോളെ. എടി, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ വരാൻ പാടില്ലായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ക്യാഷ് കിട്ടിയ കാര്യം പറയാത്തതിന്റെ ദേഷ്യത്തിലാണ് നിന്റെ അമ്മായിയമ്മ. നീ സുധിയോട് കയർത്ത് ഇറങ്ങിപ്പോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുതലേ ഉള്ളൂ മോളെ. കല്യാണി, നീ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ ചെല്ല്, അങ്ങോട്ട് പോ. അല്ല, എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും അമ്മ അവിടെ. എല്ലാവരും സച്ചിൻ നല്ലവനാണെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? എന്നിട്ട് ഇതേ ഇന്നത്തെ എന്റെ അവസ്ഥയ്ക്ക് കാരണം അവൻ ഒറ്റ ഒരുത്തനാ. അത് പിന്നെ അവൻ ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ, നീ ചെയ്ത കാര്യമല്ലേ. ഓഹോ, വീണ്ടും സച്ചിനെ സപ്പോർട്ട് ചെയ്യാ? അതും കൊണ്ടല്ല മോളെ, നീ അവനെ കുറ്റപ്പെടുത്തണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. കാശ് കിട്ടിയ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നല്ലേ ഞാൻ ചോദിച്ചത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാ. പറഞ്ഞിരുന്നെങ്കിലേ സച്ചി ഇത് ഷെയർ ചെയ്തെടുത്ത്, ദേ ഞാനൊരു കാര്യം പറയാം, പിന്നെ സുധിക്ക് ഷോറൂം തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ആ 50 ലക്ഷം 3 ഷെയർ ചെയ്യും. ദേ എന്നെ തല്ലിയപ്പം സുധിയെ ഒന്നും പറയാതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. സുധി എന്റെ കൂടെ ഒന്നും നിൽക്കുക പോലും ചെയ്തില്ല. അത് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. എനിക്ക് വേണ്ടി ഒരു അക്ഷരം സുധി സംസാരിച്ചില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരിക. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും കല്യാണി മോളെ. പക്ഷെ നീ ഇവിടെ വന്നിരുന്നാല് പ്രശ്നം കൂടുതൽ വഷളാവുകയല്ലേ ഉള്ളൂ. ഇതിനൊരു പരിഹാരമല്ലേ നമ്മൾ കാണേണ്ടത്. മോള് നാളെ തന്നെ വീട്ടിലേക്ക് ചെല്ലണം, എന്നിട്ട് ക്ഷമ ചോദിക്കണം. ക്ഷമ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ വിഷയം എങ്ങനെയും പെട്ടെന്ന് അവസാനിക്കും. നമ്മൾക്ക് അവസാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, പ്രശ്നം വഷളാക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിലും ജാതകം നോക്കി ഇപ്പം ജോത്സ്യൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാ പറഞ്ഞത്. എന്നോട് അത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. അന്ന് നീ എന്നെ പരിഹസിച്ചില്ലേ, എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? നീ ഞാൻ എന്തിനാ ജോത്സ്യന്റെ അടുത്ത് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അത്രയ്ക്കും പ്രശ്നമാണ് അന്ന് ആ ജോത്സ്യം പറഞ്ഞത്. മോൾ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് പരിഹാരക്രിയൊക്കെ ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ സമാധാനിപ്പിക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രേവതി ചന്ദ്രോദയത്തിൽ ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ
വർഷ ഒരു മൂലക്കിരുന്ന് ഫോണൊക്കെ കണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ചിരി കണ്ടിട്ട് നമ്മുടെ രേവതി വന്നിട്ട് ഇതെന്ത് പറ്റി, ഇതെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അത് പിന്നെ ഞാനൊരു കോമഡി റീല് കാണുമായിരുന്നു, എനിക്ക് ചിരി വന്നു. ഇത് ഇങ്ങ് വന്നേ, ഞാൻ ചേച്ചീനെ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ റീല് കാണിക്കുകയാണ്. ആ റീല് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയല്ലല്ലോ, സോറി, രേവതി, അയ്യോ എന്തൊരു അടിയാ പെണ്ണ അദ്ദേഹത്തെ അടിക്കുന്നത്. അതെ, ഇവര് രണ്ട് ഹസ്ബൻഡും വൈഫുമാ. അയ്യോ എന്തൊരു അടിയാ ഈ അടിക്കുന്നത്. ചേച്ചി ഇത് റീൽസ് അല്ലേ, ഇപ്പം ഒട്ടുമിക്ക റീൽസ് ചെയ്യുന്നതും കപ്പിൾസാ. കല്യാണം കഴിക്കുന്നത് തന്നെ ഒന്നിച്ച് റീൽസ് ചെയ്യാൻ വേണ്ടിയാ ഇപ്പം, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അയ്യോ എന്നാലും പാവല്ലേ, അയാൾ എന്തൊരു അടിയാ കൊള്ളുന്നത്. ചേച്ചി ഇതൊക്കെ അഭിനയമല്ലേ ചേച്ചി, ഇതേ പിന്നെ അടിച്ചു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരി, രണ്ടുപേരും കൂടി ഇരുന്ന് ഭയങ്കര ചിരി. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വരിക. ചന്ദ്രയ്ക്ക് സഹിക്കുവോ? ചന്ദ്ര എന്താ ഒരു ചിരി, എന്തിനാ ഇമാതിരി ചിരി ചിരിക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും ശ്രുതി അല്ല വർഷയും കൂടെ ചിരി അങ്ങ് നിർത്തി അവിടെ അങ്ങ് എണീറ്റു. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങ് റോഡിൽ കേൾക്കൂലോ നിങ്ങളുടെ ചിരി, എന്താ ഇത്ര ചിരിക്കാനായിട്ട്? ചിരിക്കാനുള്ള വിഷയമാണ് ഈ വീട്ടിൽ നടന്നത്. അപ്പൊ വർഷ പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് ചിരി വരുമ്പോ ചിരിക്കാതിരിക്കാൻ പറ്റുമോ ആന്റി? ഇത് എന്തൊരു സൂക്കേട് ആന്റിക്ക്, ആന്റി എന്തോ ഈ പറയുന്നത്? ഓ പല്ലും കാണിച്ചു നിന്ന് ഇരിക്കുക അല്ല രേവതി, നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? അമ്മേ ഇളിക്കല്ല, ഞാന് ചിരിക്ക, അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ പല്ല് കാണിക്കാതെ ചിരിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചിരിച്ചിട്ട് ആഹാ പറഞ്ഞത് കറക്റ്റ്. അപ്പൊ ചന്ദ്ര ചോദിച്ചാല് നിനക്ക് എന്താ പ്രശ്നം? അത് പിന്നെ ഞാന് വേറെ ഒന്നും കൊണ്ടും അല്ല അമ്മയോട് സംസാരിക്കുന്നത്, ഞാനാ ചേച്ചീനെ വിളിച്ചു വരുത്തിയത്, ഈ ചിരിക്കാനുള്ള റീലും കാണിച്ചു കൊടുത്തത്. ദേ ഇങ്ങ് വന്നേ, വേണമെങ്കിൽ അമ്മയും കൂടെ ചിരിച്ചോ ആന്റിയും കൂടെ ചിരിച്ചോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ആ മാനസികാവസ്ഥയിലൊന്നും അല്ല. അല്ല നിങ്ങൾ രണ്ട് പിണക്കത്തിലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? ഇപ്പം രണ്ടുപേരും കൂട്ടായോ? ഓ വീണ്ടും അതും ഇതൊക്കെ പറഞ്ഞ് രേവതി മയക്കിയെടുത്ത് കാണും വർഷേനെ അല്ലേ? അത് തന്നെ നടന്നത്. എന്തെങ്കിലും ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ദേഷ്യം വന്നങ്ങ് പോയപ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട് അമ്മയമ്മേ നിന്നെ അമ്മേ, ശ്രുതി പോയിട്ട് കുറെ സമയമായല്ലോ അമ്മേ, അവൾ ഇതുവരെ വന്നില്ലല്ലോ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി കയറി വരികയാണ് കേട്ടോ. ശ്രുതി കയറി വന്ന് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ശ്രുതി പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നില്ല, ആ തിണ്ണ വരെ എത്തിയതേ ഉള്ളൂ. അവിടെ നിന്ന് ഇത് കേൾക്കാണ്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുകയാണ്, ദേ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കാം നീ മറന്നോ, അവളെ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞപ്പോ ഒന്ന് ഫോൺ വിളിക്കട്ടെ, വേണ്ട ഫോൺ എടുത്താൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല, ഇനിയിപ്പൊ ഞാനങ്ങനെ അറിയാതെ നീ എങ്ങാണോ അവളെ വിളിച്ചാല് നീ വിളിച്ചോ? ഇല്ലമ്മേ ഞാൻ വിളിച്ചൊന്നുമില്ല, എന്നാലും ശ്രുതി ഒരു പാവമല്ലേ, ദേ അവളെ കുറിച്ച് എന്നോട് മിണ്ടിപ്പോവല്ലോ, പാവം പോലും പാവം അല്ല, അവള് പാവ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്കും ശ്രുതി വെളിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി വർഷയോട് പറഞ്ഞു ദേ ശ്രുതി വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് രണ്ടുപേരും ശ്രുതിനെ കണ്ടു കേട്ടോ. ഈ സമയത്ത് ചന്ദ്രയും നമ്മുടെ ശ്രുതിനെ കണ്ടില്ല. അപ്പോഴത്തേക്ക് ചന്ദ്ര വീണ്ടും പറയും അവള് പഠിച്ച കള്ളിയാ, ക്യാഷ് മേടിച്ചതേ മറച്ചു വെച്ചില്ല എന്റെ അടുത്ത്, നിന്റെ അടുത്ത് മറച്ചു വെക്കാൻ പറഞ്ഞില്ലേ, തെറ്റ് ചെയ്തിട്ട് നിനക്ക് വേണ്ടി ചെയ്തതാന്ന് അവളിപ്പോ പറയുന്നത്. നാണമില്ലല്ലോ, നീ കഴിവ് കെട്ടവനാണത്രേ, കഴിവ് കെട്ടവൻ. അവളെ എങ്ങനെ നീ വിളിച്ചാ ഉണ്ടല്ലോ നിന്റെ രണ്ട് കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ദേ പോയതൊക്കെ പോട്ടെ, അവക്ക് വരുമ്പം വരാൻ തോന്നും, അപ്പൊ വന്നാ മതി, ദേ കേറിപ്പോടാ, നീ ആയിട്ട് വിളിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ കയറ്റി വിടാൻ തുടങ്ങാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷ പറഞ്ഞു രേവതി ചേച്ചി, ദേ ശ്രുതി ചേച്ചി വന്നതേ അമ്മ ആന്റി കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അറിഞ്ഞിട്ടും കാര്യമില്ല, അറിഞ്ഞാലും ഇങ്ങനെ തന്നെയല്ലേ പറയത്തുള്ളൂ എന്ന് രേവതി. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര ശ്രുതി വന്നത് കാണുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി, ശ്രുതിയുടെ മുഖത്ത് ചിരി. ശ്രുതിയാണെങ്കിൽ ചെന്നിട്ട് ദേ ശ്രുതി വന്നു എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും കയറി പോടാകത്ത്, നിന്നോട് ആരാ പറഞ്ഞത് സുണി എണിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ എന്റെ ശ്രുതി നിന്നോടല്ലേടെ പറഞ്ഞ് കയറി പോകാമെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു രേവതിയോടും വർഷയോടും എന്തിനാ ഇവിടെ വായ പൊളിച്ച് നിൽക്കുന്നത്, പോയി കോഫി എടുത്തോണ്ട് വാ. അത് പിന്നെ അമ്മ കുറച്ചു മുമ്പല്ലേ കോഫി കുടിച്ചത്. ഓ കുറച്ചു നേരം മുമ്പ് കോഫി കുടിച്ചെന്ന് വിചാരിച്ച് ഒന്നുകൂടെ കുടിക്കത്തില്ലേ? നിന്റെ വീട്ടിൽ നിന്നാണോ പാലും പഞ്ചസാരയൊക്കെ കൊണ്ടുവരുന്നത്? ഓ നല്ല തലവേദന ഉണ്ടല്ലേ അമ്മയ്ക്ക്, ഈ തലവേദന കോഫി കുടിച്ചാലൊന്നും മാറത്തില്ല, അമ്മ പോയി വല്ല ഗുളിക എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയപ്പോഴത്തേക്കും ചന്ദ്ര ആർക്കൊപ്പം വന്നു എന്നോട് ഒരു അനുസരണം ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഏതായാലും ശ്രുതി അവിടെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിക്ക് ശ്രുതിയുടെ അടുത്തേക്ക് പോകാനും പറ്റത്തില്ല. ശ്രുതി അവിടെ നിന്നിട്ട് ശ്രുതിന്ന് വിളിക്കുന്നതല്ലാതെ അടുത്തേക്ക് പോകാൻ പേടി. ചന്ദ്ര വല്ലതും പറഞ്ഞാലോ, ഇതുപോലെ ഒരു മപ്പൻ, ഇതുപോലെ ഒരു വേടിത്തൂറൻ. ഏതായാലും ഈ സമയത്ത് ശ്രുതി അകത്തേക്ക് കയറി വന്ന് പതിയെ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. പുറകെ നമ്മുടെ ശ്രുതിയും അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര എടാ നിന്നോടല്ലേടാ പറഞ്ഞ് കയറി പോവല്ലെന്ന്, ഇറങ്ങി വാടാ ഇവിടെ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു എവിടെ കയറി പോവാ നീ? അത് പിന്നെ ശ്രുതി ഒന്ന് കാണാൻ അവള് തിരിച്ചു വന്നല്ലോ. അവള് തിരിച്ചു വന്ന നിനക്കെന്താ, നീ മുറിയിലേക്കൊന്നും പോകണ്ട, നീ വേറെ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാൻ നോക്ക്.
അവളുടെ കൂടെ കിന്നാരം പറയാൻ കയറി പോകുന്നു. അല്ലമ്മേ പാവല്ലമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോളും ചെയ്യണം, ഫോണേ എന്റെ റൂമിലാ. അത് നിനക്ക് പുറത്തു പോയി ഇന്ന് വിളിക്കത്തില്ലേ? അല്ല ഫോൺ എവിടെയാണെന്ന് ഇപ്പൊ നീ തൽക്കാലം വിളിക്കണ്ടാ, നീ പോടാ ഇറങ്ങി മാറി. അവളുടെ വാലെ കെട്ടി പോവാ നാണം കെട്ടവന്. അത് പിന്നെ അമ്മേ ഞാനൊന്ന് പോട്ടെ. ദേ നിന്നോടാ പറഞ്ഞത് കയറി പോരുതെന്ന്. മര്യാദയ്ക്ക് മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോക്കോ, അവളുടെ പുറകെ പോകാൻ നിൽക്കുന്നു. ഏതായാലും ഇതൊക്കെ ശ്രുതി കേട്ടിട്ട് ഭയങ്കര വേദനയുണ്ട് കേട്ടോ ശ്രുതിക്ക്. ശ്രുതി നേരെ റൂമിനകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ചന്ദ്ര എന്ന് പറയുന്നത് ഒന്നൊന്നര സാധനമാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷേനെ രേവതിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷ പറയാണ്, അത് പിന്നെ രേവതി ചേച്ചി അവരെ രണ്ടുപേരെയും കൂടെ പിരിക്കാൻ വേണ്ടിയാ സത്യം പറഞ്ഞ ഇപ്പൊ അമ്മ നോക്കുന്നത്, ആന്റി നോക്കുന്നത്. ദേ ഇനി നമ്മൾ ചില ചില കൺട്രോളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് വഴക്ക് കൂടുമ്പോഴേ ദേ ഇവരിപ്പൊ ചെയ്യുന്നത് പോലെ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മളിൽ നിന്ന് പിരിക്കാൻ നോക്കും. ഇത് ഈ സ്ത്രീ ഉണ്ടല്ലോ വെരി വെരി ഡേഞ്ചറസ് വുമണാ. ഓ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ശ്രദ്ധിച്ച് നിൽക്കണം. ഓ പിന്നെ ദേ എന്നെ സച്ചേട്ടന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും ഒന്നും അത് കാര്യമാക്കുമല്ലോ. പിന്നെ സച്ചേട്ടൻ ആര് പറഞ്ഞാലും കാര്യമാക്കില്ല. ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ നീ ശ്രദ്ധിച്ചോണം കേട്ടോ ശ്രീകാന്തിനെ. ഓ അതിനുള്ള പണി ഇപ്പോഴേ തുടങ്ങണം രേവതി ചേച്ചി. അതിനുള്ള പണി എന്റെ മനസ്സിൽ കയറി വരുന്നുണ്ട്. ഉടനെ തന്നെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർഷം എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുക വർഷയുടെ കുരുട്ടുബുദ്ധിയിൽ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രൻ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി ചെന്നിട്ട് ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നു പോരുത്, എന്നോട് മാറിപ്പോകാനാ പറഞ്ഞത്. അത് പിന്നെ ഞാൻ പറയുന്നത് കേക്ക് ആന്റി. ആന്റി ഞാൻ ശ്രുതിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്, ശ്രുതിയുടെ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. ആന്റി എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഓ ഇനി ഞാൻ എന്താടി മനസ്സിലാക്കേണ്ടത്? അത് പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ആന്റി. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ കാണുന്നതാ ശ്രുതിക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല, ഒരു സ്ഥാനവും ഇല്ല. ആരും ശ്രുതിയെ ബഹുമാനിക്കുന്നുമില്ല. എല്ലാവരുടെയും മുമ്പിൽ ശ്രുതി ഒരു പരിഹാസ കഥാപാത്രമായിട്ട് നിൽക്കുക. അത് മാറണമെങ്കിൽ ശ്രുതി എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. ശ്രുതിയുടെ നല്ല ലൈഫിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞത്. ഓ നീ ചെയ്ത തെറ്റുകൾ മറയ്ക്കാനായിട്ട് നീ ഓരോരോ കാരണങ്ങൾ കൊണ്ടുവരുക. ഞാൻ ചെയ്ത തെറ്റാ ആന്റി എനിക്കറിയാം, പക്ഷെ ഞാനത് എന്തിനു വേണ്ടി ചെയ്തു എന്നാ ആന്റിയോട് പറഞ്ഞത്. ആ ക്യാഷിൽ നിന്ന് എനിക്ക് സ്വർണ്ണമോ ഡ്രസ്സോ കാറോ ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു രൂപ പോലും അതിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ. എല്ലാം എല്ലാം ബിസിനസിന് വേണ്ടിയല്ലേ ചെലവാക്കിയത്, ആന്റിയുടെ മോന് വേണ്ടിയല്ലേ ചെലവാക്കിയത്. സുധി ലൈഫിൽ ജയിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ദേ നീ പറയുന്നത് കേട്ടാ തോന്നും നീ മാത്രം അവന് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നുള്ളെന്ന്. നീ അവന് വേണ്ടി ചെയ്തെങ്കിൽ നീ അത് എന്നോട് പറഞ്ഞിരിക്കണമായിരുന്നു. ആന്റി ദേ ഞാൻ പറയുന്ന കേക്ക്. ദേ നീ മിണ്ടണ്ട, നീ ചെയ്തത് തെറ്റാ, നീ ഒരു കള്ളിയാ, നീ പേരും കള്ളിയാ. സുധി എന്റെ അടുത്തൊന്നും ഒന്നും മറച്ചു വെക്കാറില്ല. അവൻ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞിട്ട് തന്നെയാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് നീ സംസാരിക്കാനും വരണ്ട, നീ കേറി പോടി, നീ സൂത്രശാലിയാന്ന് പറഞ്ഞോട്ട് ശ്രുതിനെ അവിടെ നടിച്ചു ഓടിച്ചു കേട്ടോ. ചന്ദ്ര മിണ്ടാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഏതായാലും ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കും നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് ഒരു കോൾ വരികയാണ്. അപ്പൊ ആ സീനോട് കൂടിയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.